ഹലോ എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറകിലായിട്ട് മൗളി എന്തൊക്കെയോ വെട്ടിയും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്തായിട്ട് ഒരു മഹാഗണിയുടെ മരം മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ചുറ്റും കുറേ കായൊക്കെ അതിൻ്റെ വീണ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കത് തപ്പി കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഇന്ന് എന്തെങ്കിലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. എന്തെങ്കിലും ജീവിയോ അത് നോക്കിയിട്ട് അതിൻ്റെ രൂപം ഷേപ്പ് നോക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ മഹാഗണിയുടെ കായൊക്കെ കിടക്കുന്ന ഈ സ്ഥലത്തേക്കാണ്. മൊത്തം ഇല കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് തപ്പിയെടുക്കണം. ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. കുറേ കായ അവിടെ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള സാധനം നമുക്ക് കിട്ടണം. നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ കുറേ തപ്പി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മഹാഗണിയുടെ കായ ഇങ്ങനെ തല്ലിപ്പൊട്ടിക്കുമ്പോൾ അതിനകത്ത് കുറേ വിത്ത് കിട്ടും. ഇത് ഇങ്ങനെ മരത്തിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വീഴുമ്പോൾ കറങ്ങി താഴോട്ട് വരുന്നതാണ് നല്ല രസമാണ്. പക്ഷെ നമ്മളെ ക്യാമറയിൽ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് മഹാഗണിയുടെ കായ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് നോക്കിയെടുക്കണം. നമുക്ക് എന്തെങ്കിലും ഷേപ്പ്, എന്തെങ്കിലും ജീവനുള്ള ഷേപ്പ് തോന്നുകയാണെങ്കിൽ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കാണുന്ന പുള്ളിക്കാരനില്ലേ, ഈ പുള്ളിക്കാരനെയാണ് എനിക്ക് ആ കാ കണ്ടിട്ട് ഷേപ്പ് തോന്നിയത്. അപ്പോൾ നമ്മളെ നാട്ടിൻപുറത്തും അവിടെ ഇവിടെയൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ അധികവും കാണും നമ്മൾ ഈ കൊക്കിനെ. അപ്പോൾ നമുക്ക് ആദ്യം അതിനൊന്ന് വരച്ചെടുക്കണം. നമ്മൾ ഈ കാണുന്ന പോലെ ഒരു സ്കെച്ച് ബുക്ക് എടുത്തിട്ടുണ്ട്, പെൻസിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ അതൊന്ന് മൊത്തം വരച്ചെടുക്കാം. വരച്ചത് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിനൊന്ന് ഉണ്ടാക്കിയെടുക്കണം. നമ്മളിവിടെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എടുത്താൽ ഭയങ്കര കഷ്ടപ്പെട്ട് അടുത്ത പരിപാടിക്കുള്ള വെട്ടൽ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മളെ പരിപാടി തുടങ്ങാം. നമ്മൾ ഏറുമാടത്തിലിരുന്നാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. നമ്മളെടുത്ത മഹാഗണിയുടെ കാ വിണ്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന പോലെ കുറച്ച് മരപ്പൊടി അതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കാം. ആ വിണ്ട് കയറിയ ഭാഗമില്ലേ, അതിനകത്ത് ഇതേപോലെ പൊടിയൊക്കെ ഇട്ടൊന്ന് ഫില്ലാക്കി എടുക്കണം. എന്നിട്ട് പശ ഈ കാണുന്ന പോലെ ആ ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കുറച്ചുകൂടെ പൊടി ഇതേപോലെ മേലെ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ വിണ്ട് കയറിയിരിക്കുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ ഇതേപോലെ പശ ഒഴിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ MC എടുത്തിട്ട് ആണ് അടുത്ത പരിപാടി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് MC റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളെടുത്ത 2 പാക്കറ്റിൽ നിന്നും കുറേശ്ശെ ഇതേപോലെ എടുത്തിട്ട് രണ്ട് തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇതേപോലെ നീളത്തിലെടുത്തിട്ട് നമ്മളെ കൊക്കിൻ്റെ ചിറക് വരുന്ന ഭാഗമില്ലേ, അവിടെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കയ്യിൽ വെള്ളമാക്കിയിട്ട് വേണം നമ്മൾ ഇതേപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശരിക്കും അത് ഒട്ടില്ല. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗവും ഇതേപോലെ MC വെച്ചൊന്ന് വെള്ളമാക്കി ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ MC ഉപയോഗിച്ചിട്ട് ഇത്രയും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴുത്തിൻ്റെ കുറച്ച് ഭാഗം ഇതേപോലെ ഒന്ന് ചെത്തിയെടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ചെത്തിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചെരുപ്പൊക്കെ ഉണ്ടാക്കുന്ന റബ്ബറിൻ്റെ പീസില്ലേ, നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഇതേപോലെ തലയുടെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്കിങ്ങനെ വളഞ്ഞിരിക്കുന്ന രീതിക്കല്ലേ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ വെട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നടുക്ക് ഇതേപോലെ ഒരു വെട്ട് കൊടുത്തിട്ട് പശ വെച്ച് ഇതേപോലെ ഒട്ടിച്ചെടുക്കുകയാണ് വളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന് മേലെ ഇതേപോലെ MC ഉപയോഗിച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ കഴുത്തുമായിട്ട് ഇതേപോലെ തല യോജിപ്പിച്ചെടുക്കുകയാണ് പശ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മൾ തല ഒക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ കൊക്കിന് തന്നെ കാല് വേണം. അത്യാവശ്യം കട്ടിയുള്ള കാല് വേണം, അല്ലെങ്കിൽ അത് നിൽക്കില്ല, ഒടിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ കാപ്പിയുടെ ഈ ഇതില്ലേ കമ്പ് വെട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കത്തിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാപ്പിക്കൂരൊക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. നമ്മൾ അതിനകത്ത് നല്ല പഴുത്തെടുത്തിട്ട് ഇതേപോലെ കടിച്ചിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ കമ്പ് വെട്ടാണ്. കമ്പ് ആവശ്യമുള്ള നോക്കിയിട്ട് വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കമ്പും വെട്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ ഏറുമാടത്തിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ കമ്പെടുത്ത് എന്ത് ചെയ്യണം, ആവശ്യമുള്ള സാധനം കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ കാല് വരുന്ന ഏകദേശം ആ കാല് വരുന്ന ഭാഗത്തില്ലേ, നമ്മൾ ഇതേപോലെ MC വെച്ച് ഇത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കാണുന്ന പോലെ കൊക്ക്
കൊക്കിൻ്റെ കൊക്ക് ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചുറ്റും വർക്ക് ചെയ്യാൻ പറ്റിയ നല്ല അന്തരീക്ഷമാണ്. നമ്മളീ കാണുന്ന പോലെ MCU ഉപയോഗിച്ചിട്ട് കാലിൽ ഒരു കല്ലിൽ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ചേമ്പിൻ്റെ ഇല പറിക്കാൻ പോവാണ്. എന്തിനാന്ന് വെച്ചാൽ നമ്മളിനി കളർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ വെള്ള കളർ എടുത്തിട്ട് ഇതേപോലെ ചേമ്പിൻ്റെ ഇലയിലേക്ക് നമ്മൾ ഇതേപോലെ ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തോട്ടിൽ നിന്ന് കുറച്ച് ചിരട്ടയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കൊക്കിന് മെയിൻ കളർ എന്താണെന്ന് വെച്ചാൽ വെള്ളയാണല്ലോ, മൊത്തം വെള്ളയാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ MCയിൽ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ വിരൽ ചെയ്തില്ലായിരുന്നു, അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് MCയിൽ എടുത്തിട്ട് ഇതേപോലെ ഒരു മീനിൻ്റെ ഷേപ്പിൽ കറക്റ്റ് കിട്ടിയില്ല, ഞാൻ ഇത്തിരി വെപ്രാളം കാണിച്ചതിൻ്റെ പേരിൽ റെഡി ആയില്ല. എന്നിട്ട് നമ്മൾ ഇതേപോലെ കൊക്കിൻ്റെ കണ്ണും കൂടെ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൊക്കിൻ്റെ കൊക്കിനെ ഇതേപോലെ ഒരു ചെറിയൊരു മഞ്ഞ കളറാണ് അതൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കണ്ണും കൂടെ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുത്ത് നടുക്കൊരു ബ്ലാക്ക് കുത്തും കൂടെ ഇടുന്നുണ്ട്. അതിനുശേഷം കാലിന് മൊത്തം ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ബ്ലാക്കിൽ റെഡ് മിക്സ് ചെയ്താണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഓറഞ്ച് കളർ മീനിനും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കാലിരിക്കുന്ന ഭാഗത്തൊക്കെ ഇത്തിരി ആ കല്ലിൽ പച്ച കളറും അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇന്ന് ചെയ്ത കൊക്കിൻ്റെ പരിപാടി. നമ്മൾ മഹാഗണിക്കായിൽ ചെയ്തെടുത്ത കൊക്കാണിത്. ഇങ്ങനത്തെ ജീവികളെ കാര്യമൊന്നും ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ആദ്യത്തെ പരിപാടി കൊണ്ട് തന്നെ അതിൻ്റേതായ പോരായ്മകളൊക്കെ കാണും. എങ്ങനെ ഉണ്ടാക്കിയല്ലേ ഓരോന്നൊക്കെ പഠിക്കുന്നത്. അതിൻ്റെ പേരിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. മഹാഗണിയുടെ കായും കുറച്ച് MCയിലും കണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കൊക്കമാവിനോട് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അധികം കൊക്കിനെ കാണാറുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്. അപ്പം അങ്ങനെ കൂടോ നമ്മളൊന്ന് ശ്രമം നടത്തി വെക്കിയതാണ്. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ടാ.